സിറ്റുവേഷൻ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗപ്പികളെ നോക്കലും പരിപാലിക്കലും. അതുപോലെ ഇഷ്ടമാണ് എനിക്ക് ഫൈറ്റർ ഫിഷിനെ കേട്ടോ. ഫൈറ്റർ ഫിഷിൻ്റെ ഒരു ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടേക്ക് നല്ല വ്യൂസും ലൈക്സൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്പാൻ്റെ ഗപ്പീസാണ്. ഇതിൽ വലുതും ചെറുതും കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് കിടക്കുന്നു. അപ്പോൾ ഞാൻ അതിന് വലുതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിക്കണം. ഇനി അതുപോലെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വേറെ പാത്രത്തിലേക്കും ആക്കുകയാണ് കേട്ടോ. ഗപ്പികളെ വീഡിയോ അതേമാതിരി ഫൈറ്റർ ഫിഷിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫിഷിനെയാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനതിലേക്ക് കുറച്ച് ചെടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാനും ഒക്കെ പിന്നെ ഫിഷിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അഡൾട്ട്സിനൊക്കെ ഞാൻ മാറ്റിക്കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങളെ കാര്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന വെള്ളത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങളാണ്. ഇനി ഇതിനെ നല്ല ഫ്രഷായ വെള്ളത്തിലേക്ക് മാറ്റണം. ഗപ്പികളെക്കാളും ഒന്നും കൂടി എനിക്കിഷ്ടം ഫൈറ്റർ ഫിഷാണ്. കാരണം നല്ല ഭംഗിയാണ് കാണാൻ. എന്തുകൊണ്ടാണ് ആൾക്കാർ അതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. കൊടുക്കുന്നവരുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടമല്ലല്ലോ. കാരണം ഞാൻ അതിലേക്ക് നോക്കി നിന്നാൽ ചിലപ്പോൾ ഞാൻ സമയം പോകണതേ അറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ നോക്കി നിൽക്കും ഫൈറ്റർ ഫിഷിനൊക്കെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ മാറ്റണത്. ഗപ്പി കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വേറെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളത്തിലേക്ക് ഞാൻ ആ ഗപ്പി കുഞ്ഞുങ്ങളെ ഇടാൻ പോവാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ പുതിയ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗപ്പി കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല. അതിലേക്ക് മെല്ലെ ഇറക്കി വെച്ചിട്ട് രണ്ട് വെള്ളവും മിക്സായിട്ട് അങ്ങനെ മീൻ ആ ഒരു ടെമ്പറേച്ചറും pH ഒക്കെ ഏകദേശം ലെവലായി വന്നതിന് ശേഷം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാതെ ആ ഒരു രൂപത്തിൽ വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഈ വെള്ളത്തിലായി. ഇനി അവർക്ക് നീന്തി കളിക്കാൻ നല്ലോണം സ്ഥലമുണ്ട് കേട്ടോ, വലിയ പാത്രം ആയതുകൊണ്ട്. ഇതാണ് ഇവിടുത്തെ ഗപ്പി കുഞ്ഞുങ്ങളും ഗപ്പീസൊക്കെ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.